വിജയേട്ടൻ്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമകൾ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടമാണ്. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്കിപ്പോൾ കളിക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ചത് ആരെന്ന് ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇടിക്കാൻ തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അതങ്ങ് അവസാനിക്കട്ടെ. കാരണം വിജയൻ്റെ പടം ഇഷ്ടപ്പെടുവാനുള്ള പ്രശ്നം. കാരണം വിജയൻ ഞാൻ 2 പടം അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പണ്ടുപോലെ കേൾക്കുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. ഇങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നു. എനിക്ക് തോന്നുന്നു എന്നാ പറയണ്ട, ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഒരു മനുഷ്യൻ. നമുക്ക് ഭയങ്കര എന്നാ പറയുക, ഇപ്പം മാഷിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഷോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട ആ മനുഷ്യൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിൻ്റെ ഫംഗ്ഷനൊക്കെ പോകണം അവിടെ വരെ എന്ന് പറയും. പക്ഷേ വിജയേട്ടൻ ഇനി വിളിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ഒരു ബോണ്ടിങ്, ഒരു എന്നാ പറയേണ്ട ഒരു സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മർക്കിൻ്റെ എല്ലാവിധ ആശംസകളും ഒരു വലിയ വിജയമാവട്ടെ. എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്നും ചുറ്റുപാടുള്ളവരിൽ നിന്നും അറിഞ്ഞതനുസരിച്ചിട്ട് പടം വളരെ രസകരമായ നല്ല തമാശകളുള്ള നല്ല സിനിമയായിട്ടാണ്. പാട്ട് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ധ്യാൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഫ്രഷാണ്. ദിലീപ് പോലും അന്തം വിട്ടുപോയി. ഈ എപ്പോൾ പഠിച്ചതേ. അപ്പം എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈറ്റ്സ് ആണെങ്കിലും ഡിജിറ്റൈസ് നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇഷ്ടം തോന്നും. ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നതാണ് തോന്നുന്നു. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കട്ടിലെ കിടക്കാണെങ്കിലും ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക് ആവും. വിജയേട്ടൻ്റെ ആരോഗ്യത്തിൻ്റെ സാധാരണ തോന്നും. അപ്പം എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ സംവിധാനം ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിൽ ഉണ്ടാകും. എൻ്റെ റോൾ എടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. അപ്പോൾ ഒരിക്കൽ കൂടി ഭീഷ്മർക്ക് വിജയേട്ടന് എല്ലാവരും നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷം. താങ്ക് യു ചേട്ടാ. പോകാൻ വരട്ടെ. റോള് തന്നില്ലെങ്കിലും നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. അടുത്ത പാട്ടിൻ്റെത് ഞങ്ങൾ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യണം. പോസിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. 3, 2, 1